സാധാരണ യോഗ ചെയ്യാൻ പറ്റാത്തവർ, വയസ്സായവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ചെയർ യോഗ ചെയ്താൽ വളരെയധികം ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഇൻഹേൽ, എക്സേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ഹാൻഡ് അതുപോലെ വയ്ക്കുക. എന്നിട്ട് ഷോൾഡർ മാത്രം റൊട്ടേറ്റ് ചെയ്യുക. യെസ്, റൈറ്റ് ഷോൾഡർ ജസ്റ്റ് റൊട്ടേറ്റ്. ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, then anti-clockwise and anti-clockwise. Inhale, exhale, inhale, exhale, inhale. ശ്വാസം എടുത്തോണ്ട് സെന്റർ, ശ്വാസം വിട്ടോണ്ട് ലെഫ്റ്റ്. ഇൻഹേൽ സെന്റർ, എക്സേൽ റൈറ്റ്. ഇൻഹേൽ സെന്റർ, എക്സേൽ ലെഫ്റ്റ്. ഇൻഹേൽ സെന്റർ, exhale left. Inhale center, relax. ആദ്യം ഇൻഹേൽ ചെയ്തുകൊണ്ട് കൈയും കാലും പൊക്കുക. ഇൻഹേൽ ലെഫ്റ്റ്, exhale. Now inhale both the leg, exhale normal. ഇതിൻ്റെ 12 എക്സസൈസ് അത്ര തന്നെ ഇതുകൊണ്ട് ശരീരത്തിന് നല്ല വ്യായാമം കിട്ടും. നമുക്ക് പ്രാണായാമത്തിലേക്ക് കടക്കാം. ക്ലോസ്. ഇൻഹേൽ, റിംഗ് ഫിംഗർ കൊണ്ട് ലെഫ്റ്റ് ക്ലോസ് ചെയ്യുക, തമ്പ് വിടുക, റൈറ്റ് നോസിൽ കൂടെ എക്സേൽ. അതിൽ തന്നെ ഇൻഹേൽ, ക്ലോസ് ഇറ്റ്, വലത്തെ മൂക്കിൽ കൂടെ എക്സേൽ. ഇൻഹേൽ, ഓ നിങ്ങളുടെ ശ്രദ്ധ കാലിൻ്റെ 10 വിരലിലേക്ക് കൊണ്ടിരിക്കുക. വിരലുകൾ മെല്ലെ ഒന്ന് ചലിപ്പിക്കുക. അത് റിലാക്സ് ആയതായി മനസ്സിൽ സങ്കല്പിക്കുക. ഉള്ളങ്കാൽ, പുറങ്കാൽ, കണങ്കാൽ, താഴേക്കാൽ, കാലിൻ്റെ മസിലുകൾ എല്ലാം തന്നെ റിലാക്സ് ചെയ്തുകൊണ്ട് മുട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അത് വീണ്ടും കാൽമുട്ട്, തുടയിലെ പേശികൾ, നിങ്ങളുടെ 2 കാലുകളും പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുകയാണ്. ഹിപ്പ് ഏരിയ എല്ലാം തന്നെ റിലാക്സ് ആവുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക. ഊർജം മെല്ലെ പുറം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അത് പുറഭാഗത്തെ താഴെ ഭാഗം, മധ്യഭാഗം, മുകൾ ഭാഗം, പുറം ഭാഗം മുഴുവനായും റിലാക്സ് ചെയ്തുകൊണ്ട് വരികയാണെന്ന് മനസ്സിൽ സങ്കല്പിക്കുക. മെല്ലെ ശ്രദ്ധ നെഞ്ചിലേക്ക് കൊണ്ടുവരിക. നെഞ്ചിൻ്റെ ഉള്ളിലെ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ അവയവങ്ങളും റിലാക്സ് ആകുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക. മുഖത്തെ പേശികളും അയഞ്ഞു വരികയാണ്. കീഴ്ത്താടി, മേൽത്താടി, വായ, ചുണ്ട്, മൂക്ക്, ചെവി, കൺപോളകൾ, കണ്ണുകൾ എല്ലാം തന്നെ അയഞ്ഞിരിക്കുന്നു. നമ്മുടെ ശരീരം മൂർധാവോട്ട് കാലേപാദം വരെ മുഴുവനായും റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ശ്രദ്ധയെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. അവിടെ ഒരു ദിവ്യപ്രകാശം കാണുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക. ആ പ്രകാശത്തിൽ നമ്മൾ അലിഞ്ഞു ചേരുകയാണ്. അത് നമ്മളെ അട്രാക്റ്റ് ചെയ്യുകയാണ്. മെല്ലെ മെല്ലെ നമ്മൾ ആ പ്രകാശത്തിൽ അലിഞ്ഞു ചേരുന്നു. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ.
ഞാൻ ഇത് സഹജമാർഗം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 28 വർഷമായി, 28 ഇയേഴ്സ്. പിന്നെ ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഒരു ദിവസം പോലും ഞാനത് മുടക്കിയിട്ടില്ല രാവിലെ. അപ്പോൾ അത് അന്ന് പറഞ്ഞു തന്നത് അതാണ്. അതായത് നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ഈസി ആവും എന്ന് പറയാറുണ്ട്. അതെനിക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സുഖമില്ലാതെ ഉണ്ടായിരുന്നു. ഒരു മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പറഞ്ഞിട്ട് അമ്മ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ കൂടെയായിരുന്നു. അമ്മ അനുഭവിച്ച വിഷമങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ ഒക്കെ എന്നെ സഹായിച്ചത് ഈ മെഡിറ്റേഷനായിരുന്നു. രാവിലെ മെഡിറ്റേറ്റ് ചെയ്ത് എനിക്ക് ആ അമ്മയെ ശുശ്രൂഷിക്കാനും ഒക്കെ സാധിച്ചതൊക്കെ ഈ ഇതുകൊണ്ട് മാത്രം, എൻ്റെ മാസ്റ്ററുടെ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിലായിരുന്നു. പിന്നീട് ഓരോ സന്ദർഭങ്ങളിലും ഈ മെഡിറ്റേഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും ഉയർന്നു പോയി എന്ന് തന്നെ പറയാം. ഇത് എൻ്റെ കുട്ടികൾക്കും എന്താ പറയേണ്ടത്, അവരുടെ പ്രോഗ്രസ്സിനും ഈ മെഡിറ്റേഷനും ഇതൊക്കെ വല്ലാതെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പലരോടും പറയാറുണ്ട്, ഇങ്ങനെ അധികം ആളുകളോട് പറയാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ സിസ്റ്റം ഉണ്ട്, നിങ്ങളിതിലേക്ക്. എൻ്റെ അനുഭവം കൊണ്ട് മാത്രമാണത് പറയാൻ സാധിക്കുന്നത്. പിന്നെ എനിക്കുള്ളൊരു പണ്ടേ ഉള്ളതൊരു ദേഷ്യം പെട്ടെന്ന് വരും. പിന്നെ ഒരു വാശിയുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു കാര്യം നടക്കണം എന്നുള്ളൊരു വല്ലാത്ത വാശിയുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഈ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം കുറഞ്ഞു എന്ന് തന്നെ പറയാം. എനിക്ക് അങ്ങനെയുള്ളൊരു വാശിയൊന്നും ഇപ്പോൾ ഉണ്ടാവാറേ ഇല്ല. എല്ലാതും അതിൻ്റെ വഴിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് എനിക്ക് വന്നു. അതൊക്കെ മാസ്റ്ററിൽ കൂടെ മാത്രം വന്നതാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ ഇതിലാണ് കാര്യങ്ങളൊക്കെ എല്ലാം മാസ്റ്ററിൽ അർപ്പിച്ചുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഇന്നിപ്പം ഈ നിലയിലെത്തിയതും അതുകൊണ്ട് തന്നെയാണ്. കൂടുതൽ കാര്യങ്ങൾ ഹസ്ബൻഡിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയതും അദ്ദേഹമാണ് എന്നെ ഈ വഴിയിലേക്ക് എത്തിയതും. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് വിജയൻ. ഞാൻ 2017 മിഷനിലേക്ക് ഒരു അഭ്യാസിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. എന്നെ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കണ്ണാട്ടനാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ TVK പൊതുവാൾ എന്നറിയപ്പെടുന്ന ഈ ആശ്രമത്തിൻ്റെ അന്നേരത്തെ സെൻട്രൽ കോർഡിനേറ്റർ അദ്ദേഹമായിരുന്നു. മൊത്തത്തിൽ ഈ ആത്മീയ പരിശീലനം എന്ന നിലയിൽ സഹജമാർഗം എന്നത് നമ്മുടെ സാധാരണ ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ അനുഭവപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലയിൽ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്കൊരു കോൺഫിഡൻസും അതുപോലെ നമുക്കൊരു ലക്ഷ്യബോധവും ഒക്കെ തരുന്ന ഒരു ഏറ്റവും പ്രയോജനകരമായ ഒരു പദ്ധതിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ആശ്രമത്തിലെ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും കഴിയുന്നിടത്തോളം പങ്കാളിയാവാൻ ശ്രമിക്കാറുണ്ട്. 2019 ഞാനൊരു പ്രിസെപ്റ്ററായി ഇതിൽ ചേർന്നു. അതിനുശേഷം ഒരുപാട് ആളുകളെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ അവർ ഈ സഹജമാർഗമായിട്ട് ബന്ധപ്പെടാനും ശ്രമിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ പ്രവർത്തനത്തിന് നമ്മളെ ഏറ്റവും അധികം നമ്മളൊരു സന്തോഷം തരുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. കാരണം മറ്റൊരുപാട് മേഖലകളിൽ ഈ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ട് ഏറ്റവും നല്ല നമുക്ക് സാധാരണക്കാരന് സാധിക്കുന്ന രീതിയിൽ ഒരു ആത്മീയ പരിശീലനം എന്ന നിലയിൽ സഹജമാർഗത്തെ സമീപിക്കുമ്പോൾ ഏറ്റവും അധികം ഇന്നത്തെ മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് സഹജമാർഗം. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും കാലം പ്രവർത്തിച്ചത് ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. തുടർന്നും ഇതുമായിട്ട് വളരെ നന്നായിട്ട് പോകണം എന്നുള്ള ആഗ്രഹമാണ് മാസ്റ്ററിന്. എല്ലാവർക്കും അതിന് ഇടയുണ്ടാകട്ടെ, അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. എൻ്റെ പേര് അൻവിത. ഞാനിപ്പോൾ 10th സ്റ്റാൻഡേർഡ് കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്നു. ഞാൻ ബ്രൈറ്റർ മൈൻഡ്സിൻ്റെ കോഴ്സ് ഒരു 5th സ്റ്റാൻഡേർഡിൽ 5 years ago ചെയ്തതായിരുന്നു. ആൻഡ് അതിൽ ആ കോഴ്സ് ചെയ്ത സമയത്ത് ഐ ഡു തിങ്ക് എനിക്ക് അതിനെ കൊണ്ട് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി, കുറേ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി, കുറേ സ്റ്റേജിൽ കയറാൻ അങ്ങനത്തെ കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. പിന്നെ കോൺഫിഡൻസ് കൂടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് അതെന്നെ കുറേ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതിൽ നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതെല്ലാം അത് ചെയ്യാൻ പണ്ടേ ഒരു രസം തന്നെയായിരുന്നു. പിന്നെ അതിൽ റിലാക്സേഷനൊക്കെ ഇപ്പോഴും നമുക്ക് പഠിക്കുമ്പോൾ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിലോ അത് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. എൻ്റെ പേര് നാരായണൻ. ഞാൻ ബേസിക്കലി ഐ ആം ആൻ എൻജിനീയർ.
അപ്പോൾ ജോലിയുടെ വർക്ക് പ്രഷർ കുറച്ച് കൂടുതലായപ്പോൾ എനിക്ക് തോന്നി, ചില ആൾക്കാർ എന്നോട് അഡ്വൈസ് ചെയ്തു, നമ്മൾ കുറച്ച് യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്താൽ നമ്മൾക്ക് കുറേയും കൂടെ പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടും എന്നുള്ള ആ ഒരു വിചാരത്തോടു കൂടി 45-ാമത്തെ വയസ്സിൽ, ഇപ്പോൾ എനിക്ക് 74 വയസ്സായി, 45-ാമത്തെ വയസ്സിൽ ഞാൻ യോഗേനെക്കുറിച്ച് പ്രാക്ടീസ് ചെയ്യായിരുന്നു, യോഗ മെഡിറ്റേഷൻ വരുത്തി. പിന്നെ ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷം അപ്പോഴാണ് എൻ്റെ അനിയൻ ഈ ആർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വന്നതിന് ശേഷം I really felt that something is, I am getting something. വളരെ ഡീപ്പായിട്ട് എനിക്ക് മെഡിറ്റേഷനിലേക്ക് പോവാനും അത് പ്രാക്ടീസ് ചെയ്യാനും എനിക്ക് കൂടുതൽ ഉത്സാഹങ്ങൾ വരാൻ തുടങ്ങി. സോ I really felt that I should spend more time in that. അപ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്ത മാതിരി ദ മോർണിംഗ് മെഡിറ്റേഷൻ, ദെൻ ഈവനിങ് ക്ലീനിങ്, ബെഡ് ടൈം പ്രെയർ, പിന്നെ ആഴ്ചയിൽ 1-2 ദിവസമുള്ള ഫേസ് ടു ഫേസ് സിറ്റിംഗ്, ഇതൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. വി സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് മോർ ആൻഡ് മോർ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ലാഭങ്ങളുണ്ടായി. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ തുടങ്ങി. വളരെ നമ്മുടെ ഹൃദയത്തിൻ്റെ വളരെ ഉള്ളിലോട്ട് പോകാനും നമ്മൾക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനുമുള്ള ഒരു അവസരം കിട്ടിയെന്ന് വേണം പറയാനും. എൻ്റെ പേര് ലതിക. സഹജമാർഗത്തിൽ വന്നതിന് ശേഷം എൻ്റെ ടെൻഷനും അതെല്ലാം പോയി. അതിന് മുമ്പേ എനിക്ക് വല്ലാത്തൊരു ടെൻഷനും ഇതെല്ലാം ഉള്ള ആളായിരുന്നു ഉണ്ടായത്. ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ കുറേ കാലം അതിന് മുമ്പേ എനിക്ക് ഇങ്ങനെയുള്ളൊരു സംഭവം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചതാണ്. മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായതാണ്. അപ്പം ശരിയായ സ്ഥലത്ത് എത്തിപ്പെട്ടു എന്നില്ലേ ഒരു സന്തോഷം. എൻ്റെ പേര് വേദ. ഞാൻ കാങ്കലിൽ നിന്നാണ് വരുന്നത്. സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. ഇനി 7th-ലേട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ ബ്രൈറ്റർ മൈൻഡ്സ് ക്ലാസ്സിൽ ചേർന്നതോടെ എനിക്ക് വളരെയധികം ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കാരണം അതിൽ എക്സസൈസും പിന്നെ ബ്ലൈൻഡ് ഫോൾഡും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് എക്സാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ഈ ഒരു എക്സസൈസൊക്കെ ചെയ്ത് ഞാൻ ഈ ഒരു ബ്രൈറ്റർ മൈൻഡ്സിൻ്റെ ക്ലാസ്സിന് പോയ പിന്നെ എനിക്ക് ഈ ഒരു ടെൻഷനൊക്കെ കുറഞ്ഞ് കൂളായിട്ട് ഇപ്പോൾ എഴുതാൻ പറ്റുന്നത്. പിന്നെ ബ്ലൈൻഡ് ഫോൾഡും എനിക്കത് ഫസ്റ്റൊന്നും എനിക്ക് ഈ ബ്ലൈൻഡ് ഫോൾഡ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴെനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രൈറ്റർ മൈൻഡ്സിൻ്റെ ക്ലാസ് എനിക്ക് വളരെയധികം ബെനിഫിറ്റ് തന്നൊരു ക്ലാസ്സാണ്. MP കൃഷ്ണൻ, വയസ്സ് 80, ഹാൻഡ്ലൂം വർക്ക്. 2004 ഇവിടെ കയറി. ഇവിടെ വന്നതിന് ശേഷം നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. മനസ്സിന് ശാന്തതയുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് എല്ലാം മാസ്റ്റർ തരുന്നുണ്ട്. അതൊരു പ്രത്യേക കഴിവാണ്. നമ്മുടെ പ്രദേശത്ത് കാലം ഒത്തു വരുന്നുണ്ട്. ഒന്നിനും ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇവിടെ വന്നിട്ട് അനുരോഗങ്ങളും കുറവാണ്. കാരണം ഇപ്പം നമ്മളൊരു ഗുളികയൊന്നും കഴിക്കുന്നില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു 45-50 കഴിഞ്ഞാൽ ഗുളിക കുടിക്കാണ്ടിരിക്കില്ല. അപ്പോൾ എന്തോ മാസ്റ്റർ ശേഷി കൊണ്ട് അങ്ങനെ പോകുന്നു. അനുഭവങ്ങൾ മെഡിറ്റേഷൻ്റെ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് വരും മുടക്കം വന്നിട്ടില്ല. രാവിലെയും വൈകിട്ട് കൃത്യമായിട്ട് ശുദ്ധീകരണം, വൈകിട്ട് രാവിലെ മെഡിറ്റേഷൻ, കിടക്കുമ്പോൾ പ്രാർത്ഥന. അപ്പോൾ അതിലൊന്നും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അതെല്ലാം മുടങ്ങാണ്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം ചെയ്താലും ഇരിക്കും, മുടക്കിയിട്ടില്ല, മുടക്കം വന്നിട്ടില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് കഴിഞ്ഞിട്ട് അതിനപ്പുറം പോയില്ല. പോരാ, അതെല്ലാവരും പറയും എത്രയൊന്നും ആയിട്ടില്ല, അത്രയൊന്നും ആയിട്ടാണ്, എന്തോ മാസ്റ്റർ കഴിവാണ്. നിങ്ങൾക്കായ അത്ര 60 ചോദിക്കുന്നത്. ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഡെയിലി ബേസിൽ സൊസൈറ്റിയിൽ, ഹാൻഡ്ലൂം സൊസൈറ്റി. എൻ്റെ പേര് നിധി. ഞാൻ 5th പഠിക്കുന്നു. ഞാൻ ലാസ്റ്റ് ഇയർ ഒരു 10 day കോഴ്സ് ചെയ്തിരുന്നു ബ്രൈറ്റർ മൈൻഡിൻ്റെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നമുക്ക് കുറേ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതുപോലെ മൈൻഡ് വികസിക്കാനും ഹെൽപ്പ് ചെയ്തിരുന്നു. അത് ഓർമ്മശക്തി വികസിക്കാനും ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ എല്ലാവരോടും ഫ്രണ്ട്സ് ആവാനും, പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇപ്പം ഷൈ ആവാണ്ട് ഇങ്ങനെ പറയാനും ഒക്കെ അവർ പറഞ്ഞു തന്നു. നമ്മൾ കുറേ മൈൻഡിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്തു. പിന്നെ
ഉറങ്ങുമ്പോൾ ഒക്കെ മ്യൂസിക് വെച്ചിട്ടുള്ളതൊക്കെ ചെയ്തു. അതൊക്കെ നല്ലോണം മൈൻഡിന് നല്ലത് ആക്കി. പ്രാക്ടീസ് ചെയ്തത് ബോൾ അവർ തരും, കളർ ബോൾസ്. എന്നിട്ട് നമ്മൾ കണ്ണടച്ചിട്ട് പറയണം അതിൻ്റെ കളറ്. അതങ്ങനെ കുറേ ട്രെയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം നമുക്കത് കിട്ടി അങ്ങനെ ചെയ്യേണ്ടതെന്ന്. പിന്നെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പം ബുക്സിൻ്റെ പേരൊക്കെ വായിക്കാൻ ഇങ്ങനെ തൊട്ടിട്ട് ഇമാജിനേഷൻ ചെയ്തിട്ട് വായിക്കാൻ കിട്ടുന്നതും അതൊക്കെ മനസ്സിലായി. ഇത് നമ്മുടെ 2 ഹാൻഡിലും ഫിംഗർ മാറ്റി പിടിച്ചിട്ട് ചെയ്യേണ്ടതാണ്. നമ്മളെ കോൺസെൻട്രേഷൻ കൂട്ടും. പിന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് സ്കൂളിൽ പോയാൽ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഒബ്സർവേഷൻ എന്ത് കാണുമ്പോൾ അത് ഒബ്സർവ് ചെയ്യാനുള്ള ഇത്. താങ്ക് യു. എൻ്റെ പേര് വിദ്യ രവീന്ദ്രൻ. ഞാൻ 2016 മെയ് 10 അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വന്നത്. ഞാൻ യോഗ മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ ഇതുപോലത്തെ ആത്മീയ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന ലെക്ചേഴ്സൊക്കെ കേൾക്കും നല്ലോണം. അതുപോലെ അത് അന്വേഷിച്ചിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഞാൻ ആരാണ് എനിക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടുക, എനിക്ക് എവിടെ നിന്നാണ് നല്ലൊരു ഗുരുവിനെ കിട്ടുക, എനിക്ക് എന്തൊക്കെയോ അറിയണമെന്നുണ്ട്. എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങളാണ് ഇവിടെ പറ്റി നടക്കുന്നത്. അതിലൊന്നും ഒരു സത്യമില്ല. എനിക്കൊരു സത്യം അറിയണം. എന്താണ് സത്യം? അങ്ങനെ എൻ്റെ മനസ്സിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഗുരു. സിറ്റിംഗ് എടുക്കുക എന്ന് പറയാം. അതൊന്നും എന്താണെന്നൊന്നും എനിക്കറിയില്ല. അന്നേരം ഞാൻ അരമണിക്കൂർ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 10-15 മിനിറ്റൊക്കെ ഇരിക്കുമല്ലോ. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾ, ഹസ്ബൻഡ് എൻ്റെ കൂടെയല്ല. അപ്പോൾ അതിൻ്റെതായ ടെൻഷൻ, വർക്ക് കഴിഞ്ഞിട്ട് വന്ന് വീട്ടിൽ അതിൻ്റെ ഇടയിലാണ് ഈ 10 മിനിറ്റ് അരമണിക്കൂർ ഇരിക്കണം എന്ന് പറയാം. എന്നാലും ഇരിക്കുമ്പം കുട്ടികളും ആ രീതിയിൽ കുട്ടികളും എടുക്കാൻ തുടങ്ങിയിട്ടില്ല. എൻ്റെ മെഡിറ്റേഷന് അവരും അത്ര കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്യും. പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല. നമ്മൾ ആശ്രമത്തിൽ വരാൻ തുടങ്ങി പിന്നെ എല്ലാ സൺഡേയും എന്തോ പിടിച്ച് വലിക്കുന്ന പോലെ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും തോന്നുന്നൊന്നുമില്ല. പിന്നെ എന്നിൽ അങ്ങനെ മാറ്റം ഉണ്ട് എന്ന് എൻ്റെ ഹസ്ബൻഡും കുട്ടികളും എല്ലാം പറയാൻ തുടങ്ങി. അതാണ് എൻ്റെ ഏറ്റവും കൂടുതലുള്ള മാറ്റം. പിന്നെ എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ശരിക്കും എല്ലാം വർക്ക് പ്രഷറും വീട്ടിലത്തെ പ്രഷറും കുട്ടികളെ നോക്കുന്ന അതെല്ലാം 2 ആൺകുട്ടികളാണ്, നോട്ടിയാണ് 2 പേരും. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ എനിക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ പറയുന്നത് എനിക്ക് സ്ട്രെസ് ഒന്നും ഇല്ല, അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ഫീൽ ചെയ്യുന്നത് ഞാൻ ടോട്ടലി ഇങ്ങനെ ഒരു ഭാരമില്ലാത്തൊരവസ്ഥയിൽ. അത് ഹസ്ബൻഡും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സ്ട്രെസ്സ് ഒന്നിനുമില്ല. ചെറിയ അന്നേരം പെട്ടെന്നുണ്ടാവും. പിന്നെ അത്രയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ശുദ്ധീകരണമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാനങ്ങ് ടോട്ടലി ഫ്രീ ആവും. ഇപ്പം ഞാൻ ഒറ്റക്കാണ്. പിള്ളേരും എല്ലാവരും പഠിക്കാൻ വേണ്ടി വേറെ സ്ഥലത്ത് പോയി. പക്ഷെ എനിക്കതൊന്നും ഒരു ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പേടിയോ ഒന്നും പേടിയില്ല. എന്ത് വന്നാലും നേരിടാം, മാസ്റ്റർ ഉണ്ട് കൂടെ എന്നുള്ളൊരു വിശ്വാസം അങ്ങനെ ഓരോ അനുഭവത്തിലൂടെ എനിക്ക് വരാൻ തുടങ്ങി. അത്രയും എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. എൻ്റെ പേര് അച്യുതൻ KP. ഞാൻ പയ്യന്നൂർ സ്വദേശിയാണ്, കണ്ണൂർ ജില്ലയിലാണ്. ഞാൻ ഇതിൽ സഹജമാർഗത്തിൽ വന്നത് 2006 നല്ല എക്സ്പീരിയൻസാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം വളരെ പീസ്ഫുള്ളായിട്ട് ലൈഫ് മുമ്പോട്ട് പോകുന്നു ഇതിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച്. അപ്പോൾ നല്ലതേ പറയാനുള്ളൂ, ചീത്തയായിട്ടൊന്നും പറയാനില്ല. കൂടുതൽ ആൾക്കാരോട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. മെഡിറ്റേഷനിലൂടെയിട്ട് എനിക്ക് വളരെയധികം മനസ്സമാധാനം എപ്പോഴും കിട്ടുന്നുണ്ട്. എന്ന് മാത്രമല്ല കോപം വരാറില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കോപം വരാറില്ല എന്നുള്ളത്. കൂടുതൽ ആൾക്കാരുടെ അടുത്ത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോൾ പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് വന്നിട്ടുമുണ്ട്. ഞാൻ ഡോക്ടർ രമ്യ, ഓഫ്താൽമോളജിസ്റ്റാണ്. ഹാർട്ട്ഫുൾനെസ്സിൻ്റെ കോഴ്സ് കുറച്ച് കാലമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ യൂത്ത് സെഷനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കൊണ്ട് എനിക്ക് എൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് ആണ് എനിക്ക് കുറച്ചും കൂടിയും ഇതായിട്ട് തോന്നിയത്. എസ്പെഷ്യലി നമ്മളെ ഒരു ലൈഫിലൊരു അടുക്കും ചീട്ടിയും വന്ന പോലെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വെറുതെ ഹഫസാഡേറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു ടൈം ടേബിൾ പോലെ നമ്മൾ കുറച്ചും കൂടിയും ചെയ്യും. പിന്നെ പേഷ്യൻസിനെല്ലാം നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയും ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചെറിയ മിസ്റ്റേക്സ് നമ്മൾ കൂടുതൽ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അത് തിരുത്താനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കി തുടങ്ങി.
പിന്നെ വീട്ടിലാണെങ്കിലും കുട്ടികൾക്ക് കുറച്ചും കൂടി കുട്ടികളെ ഇടപഴകാനും അവരോട് പരമാവധി സ്നേഹത്തോട് സംസാരിക്കാനും എല്ലാം അതുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള ഒരു ഇൻ്ററാക്ഷനും നമ്മുടെ കൂട്ടുകെട്ടും കുറച്ചും കൂടി കൂടിയതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. I was very astonished how the youngsters are concerned about spirituality. I was enlisted as a clerk in CRPF and combated as SI. Then I was promoted as administrative officer. Because I can handle many things without any pressure. I can forgive and forget for any things done against me. So it has changed the angle, perspective very much. സിറ്റിങ് കഴിഞ്ഞപ്പം എന്തോ ഒരു ജ്യോതി നമ്മളെ ഉള്ളിൽ കയറി കൂടിയ പോലത്തെ ഒരു ദിവ്യപ്രകാശം തന്നെ പറയാം. പിന്നെ ആഴ്ചകൾ ഞങ്ങൾ കർണാടക നൃത്ത സിറ്റിങ് പോകും. അതിലെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പം കർണാടകം TV-ക്ക് പൊതുവാളും ഞാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ബാലാമണി കൂടെ ഞങ്ങൾ ചെന്നൈയിൽ മണപ്പാക്കം ആശ്രമത്തിൽ പോയി. ആദ്യമായിട്ട് എൻ്റെ ഗുരുവിൻ്റെ ദർശനം അങ്ങനെയായിരുന്നു. ചാർജി മാസ്റ്റർ ആയിരുന്നു അന്നത്തെ നമ്മുടെ ഗുരു. പിന്നെ എല്ലാ ഭണ്ഡാരക്കും ഞങ്ങൾ മണപ്പാക്കം ആശ്രമത്തിൽ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ദാജി വന്ന സമയത്ത് പിന്നെ കനഹയിൽ പോകാൻ തുടങ്ങി. അവിടെ നിന്ന് ഇപ്പം 2023 ജൂണിൽ ഞങ്ങൾ പ്രിസെപ്റ്ററാക്കി. ആ 10 ദിവസത്തെ ട്രെയിനിങ് ഞങ്ങളൊരു വല്ലാത്ത ലോകത്തിലെത്തിച്ചു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് ഞങ്ങളൊരു വലിയ അനുഭവം. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ തന്നെയുണ്ട്. മക്കളെല്ലാം സിറ്റിംഗ് എടുത്തവരാണ്. 3 ആൺകുട്ടികളാണ്. അതുകൊണ്ട് അവരെല്ലാം സിറ്റിംഗ് എടുത്തവരും അവർക്ക് ഇതെല്ലാം അറിയുന്നത് കൊണ്ടും ഞങ്ങളിതിനെ പൂർണ്ണമായി സമ്മതിക്കും പോകാൻ വേണ്ടിയിട്ട്. എവിടെ പോകണമെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അതിലല്ലേ നിങ്ങൾക്ക് സമാധാനം കിട്ടുക. നിങ്ങൾക്ക് പക്ഷേ ഇതിൽ നമ്മൾക്കൊരു ശാന്തിയും സമാധാനവും ഊർജവും നമുക്കിതിൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അത് ഇതില്ലെങ്കിൽ ഇനി നമുക്കൊരു ശ്വാസം കഴിക്കലില്ല എന്നില്ല തന്നെ പറയാം. എൻ്റെ പേര് രവീന്ദ്രൻ. ഞാൻ ഒരു യോഗ പ്രാക്ടീസറാണ്. ഇവിടെ വന്നതിന് ശേഷം ഞാനായി, എൻ്റെ വീട്ടിൽ മോളായി, മകനായി, അച്ഛനായി, അമ്മയായി, ഞങ്ങളുടെ ഫുൾ ഫാമിലി അഭ്യാസിയായി. ഞാൻ ആദ്യമായിട്ട് ഇവിടുത്തെ സെൻറ്റർ എൻ്റെ വീട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ യോഗ പഠിപ്പിച്ച് എല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഞങ്ങൾ ഈ സ്ഥലം അന്വേഷിച്ചു, ഇത് കണ്ടുപിടിച്ചു. 2006 ഞങ്ങൾ ഈ സ്ഥലം കണ്ടു. 2008 ഇത് രജിസ്റ്റർ ചെയ്തു. 11 ഏക്കർ സ്ഥലമാണ്. ആദ്യം ഞങ്ങൾ താഴെ ഒരു മെഡിറ്റേഷൻ ഹാൾ കെട്ടി അത് ഉദ്ഘാടനം ചെയ്തു. 2012 നമ്മുടെ മെഡിറ്റേഷൻ ഹാൾ റെഡിയായി. ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ മെഡിറ്റേഷനെ പറ്റിയിട്ട് ഞാൻ എന്താ പറയേണ്ടത്, അത് എനിക്ക് പറയാൻ എനിക്ക് അതല്ലാതെ വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ പോലെയാണ്. എൻ്റെ ജീവിതം തന്നെ ഇപ്പോൾ അതായി കഴിഞ്ഞ 10-20 വർഷമായിട്ട് അതായി മാറി. ഇഷ്ടംപോലെ എനിക്ക് അസുഖങ്ങളൊക്കെ വന്നു. പക്ഷേ ആ അസുഖങ്ങളൊക്കെ മാസ്റ്റർ പറഞ്ഞ പോലെ ഒരു ദൈവിക ഇച്ഛയാണ്. എൻ്റെ പരിണാമത്തിന് അത് കുറച്ചുകൂടി ഊന്നൽ നൽകും എന്ന വിചാരത്തോടെ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഞാൻ 2018 മുതലാണ് ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വന്നത്. എനിക്ക് ഇതിൽ വന്ന ശേഷം ഇതിന് മുമ്പേ തന്നെ എനിക്ക് ഈ ആത്മീയതയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഉള്ളിൽ. കാരണം ഞാൻ കുറച്ച് വർഷം മുമ്പേ തന്നെ ഈ യോഗ ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇവിടെ, അപ്പോൾ നിങ്ങളൊന്ന് പോയിട്ട് ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് നോക്കൂ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു പ്രത്യേകത ഉള്ളിൽ നമുക്ക് തട്ടാൻ തുടങ്ങി. അറിയില്ല, എല്ലാവരുമായിട്ട് ഒരു പ്രത്യേക ഒരു സ്നേഹം നിറയുന്നത് പോലെ തന്നെ തോന്നി. അതിനുശേഷം എല്ലാ ആഴ്ചയും ഞങ്ങൾ എല്ലാ സൺഡേയും ഇവിടെ വരാറുണ്ട്. പിന്നെ 2-3 പ്രാവശ്യം ഭണ്ഡാരി പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അനുഭവം അതിലും കൂടുതലായിരുന്നു. അത് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത അത്രയൊരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൽ മുമ്പോട്ട് പോകാൻ തന്നെയാണ്. ഇതിന്ന് ഞാൻ വിട്ടുപോകില്ല. അത്ര തന്നെ. ഞാൻ രാമദാസൻ. ഇതിൽ ചേർന്നതിന് ശേഷം ഒരുപാട് മാറ്റം എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങളും വളരെ ധൈര്യപൂർവ്വം നേരിടാൻ എനിക്ക് അതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കമലാക്ഷി, ജോലി റിട്ടയർഡ് ടീച്ചറാണ്. ഹാർട്ട്ഫുൾനെസ് ഇന്നത്തെ ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ എല്ലാവർക്കും വളരെയധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മാനസികമായിട്ടൊരു ശാന്തമായ ഒരു ജീവിതം വേണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ
അതിനുള്ള വഴി എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ ആത്മീയമായിട്ടുള്ള ഒരു ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെടണം എന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഞാനിത് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ഞാൻ അഭ്യാസിയായപ്പോഴിത് കുറേ മുമ്പേ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും അല്ലാത്ത ജീവിതത്തിലും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആകുമായിരുന്നു. ഇപ്പോഴ് ജീവിതത്തിൽ എന്ന് വെച്ചാൽ ആളുകൾ വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ടല്ല ഇപ്പോൾ ഉള്ളത്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായും ശാന്തിയും സമാധാനവും മാനസികമായ സ്വസ്ഥതയും ഒക്കെ കിട്ടുന്നതിന് ഹാർട്ട്ഫുൾനെസ് വളരെ ഉപകാരപ്രദമായിരിക്കും. അത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. അതിനുവേണ്ടി ദാജി അഹോരാത്രം പണിപ്പെടുന്നു. മൈസെൽഫ് ഈസ് വിജയരാഘവൻ. അത് എന്താണ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ പോലെ തോന്നുന്നു. പിന്നെ ഇവിടെ വന്നുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാറ്റങ്ങൾ ജീവിതത്തിലും എല്ലാം കുടുംബത്തിലും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് വേറൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പണ്ടേ വളരെ മുമ്പേ തുടങ്ങാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴും മനസ്സിലുണ്ട്. ഒരുപാട് സമയം ലാഭിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കായിരുന്നു, ഒരു നല്ല മനുഷ്യനായിട്ട് അന്നേ ജീവിക്കായിരുന്നു, അങ്ങനൊരു തോന്നൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ മാസ്റ്റർ തന്നെ പറയുന്നുണ്ട്, പാസ്റ്റ് ഈസ് പാസ്റ്റ്, പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല, ലീവ് ടുഡേ ആൻഡ് തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ. ആ തോതിൽ പിന്നെ വളരെ സന്തോഷത്തോടെ ഞാൻ ഇങ്ങനെ രണ്ടുപേരും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വിജയ ശ്രീധരൻ. അനുഭവങ്ങൾ എല്ലാം ഒരുപാടുണ്ട്. അനുഭവങ്ങൾ എന്തെങ്കിലും പുറപ്പെട്ടാൽ ഇതുപോലെ നമുക്ക് തോന്നും ഒന്നും ശരിയാവില്ല എന്ന്, പെട്ടെന്നെല്ലാം നടക്കും. അതാണ് ഇങ്ങോട്ട് വരാൻ ഇറങ്ങുവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് വണ്ടി കിട്ടി വന്നു. അതെല്ലാം ഒരു മാസ്റ്റർ അനുഗ്രഹം തന്നെ. പിന്നെ ഇവിടെ നിന്ന് ഇതെല്ലാം കേട്ടു, ശരണാഗതിയെ പറ്റി പറയുന്നതെല്ലാം കേട്ടു. ഇനി അതുപോലെ അനുസരിച്ച് ശരിക്കും ചെയ്യാൻ തന്നെ ആഗ്രഹം, തുടർന്ന് പോകാൻ തന്നെ. എന്ത് വിഷമായാലും ഞാനിത് ഉപേക്ഷിക്കുന്നില്ല. അങ്ങനത്തെ ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ഉൽപ്പലാക്ഷി. ഞാൻ പയ്യന്നൂർ സെൻറ്ററിലാണ്. ഞാൻ പല ആധ്യാത്മിക പാതയിലും കൂടെ പോയതായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ധ്യാനം വേണം എന്നുള്ള ഒരു ചിന്ത എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഫുൾ ടൈമിൽ തന്നെ 2014 പിന്നെ ഞാൻ എല്ലാ സത്സംഗത്തിലും പങ്കെടുക്കും, ആക്ടിവിറ്റീസിലെല്ലാം പങ്കെടുക്കും. വളരെ ഹാപ്പിനെസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഭർത്താവെല്ലാം മരിച്ചിട്ട് ഭയങ്കര മനസ്സിൽ പ്രയാസമെല്ലാം ആയിട്ട് ജീവിക്കുമായിരുന്നു. മക്കളെല്ലാം ജോലി സ്ഥലത്തായി പോയി. അങ്ങനെ വിഷമത്തിൻ്റെ ഒരു ഘട്ടമായിരുന്നു അത്. അതിന് ശേഷം പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇതെല്ലാം ചെയ്യും. എല്ലാ എൻ്റെ പരിസരത്തുള്ള ആൾക്കാരെല്ലാം കൂട്ടി മെഡിറ്റേഷൻ ചെയ്യും, വീട്ടിൽ നിന്ന് ചെയ്യും, ആശ്രമത്തിൽ വരും. അപ്പോൾ എനിക്കൊരു ഹാപ്പിനെസ്, ചുറ്റുമുള്ളവർക്കും എല്ലാം നല്ല സന്തോഷം. അപ്പം മാസ്റ്റർ കാര്യം കൊണ്ട് എനിക്കിപ്പോൾ എവിടെ പോയാലും എല്ലാവരും ഒരു സ്നേഹത്തിൽ പെരുമാറുന്നത്, ഞാനും അങ്ങോട്ട് സ്നേഹം തന്നെ. എനിക്കതുകൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ നാട്ടിലും എല്ലാം കിട്ടുന്നുണ്ട്. അതിന് എത്രയോ കോടി നന്ദി എൻ്റെ മാസ്റ്ററോട്.